നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ പുഞ്ചക്കരി വാർഡിലാണ്. അതായത് എൻ ഡി എയുടെ തുടർ ഭരണത്തിനായി ഇത്തവണ ഇറക്കിയിട്ടുള്ളത് അപർണ എസ് രാജ് എന്ന് പറഞ്ഞൊരു യുവത്വത്തെയാണ് ഇത്തവണ എൻ ഡി എ രംഗത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇത്തവണ ബി ജെ പി തുടർ ഭരണത്തിലേക്ക് ഇത്തവണ ഈ വാർഡ് എങ്ങനെ പിടിച്ചെടുക്കുക? ഈ തവണ എന്തായാലും ബി ജെ പി പിടിച്ചെടുക്കും എന്നാണ് പ്രതീക്ഷ. എല്ലാ നാട്ടുകാരുടെയും സപ്പോർട്ട് കാണുന്നു വിചാരിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നഗരസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാർഡിൽ നിന്ന് വിജയിച്ച് പോയാൽ എങ്ങനെയായിരിക്കും? ഈ വാർഡിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ പുഞ്ചക്കരി നിവാസികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ റോഡുകളും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മിക്ക മല പ്രദേശങ്ങൾ കൂടുതലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഫണ്ടുകൾ ഇവിടെ ആവശ്യമുള്ള ആളുകളുണ്ട്, പക്ഷേ അവരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അത് എത്തിക്കണം. അത് ഞാനിങ്ങനെ ഒരുപാട് മേഖലകളിൽ പോയപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരിൽ അതൊരു സംഭവം എത്തിയിട്ടില്ല. വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫണ്ടൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നത് അത് ആവശ്യം അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം. അതൊരു പ്രധാന ലക്ഷ്യമാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു പിന്തുണയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ അതുപോലെ തുടരുന്നു പ്രതീക്ഷിക്കുന്നു. അതെ 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 അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ ഞങ്ങൾക്ക് വൈകിയാണ് ഇത് ഡിക്ലറേഷൻ കിട്ടിയത്, സ്ഥാനനിർണ്ണയം കിട്ടിയത് തന്നെ. ഇപ്പോൾ 3 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 6:30 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ അത്രയും നമ്മൾ കൂടെ നിന്ന് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് സീറ്റ് പിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ. അതെ 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 വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എനിക്കൊരു മലപ്രദേശം ആ ഭാഗത്തൊക്കെ വരുമ്പോൾ അവിടെ വീട്, അതെ നെല്ലിയോട് മേഖല ആ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് വീടില്ല. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ വഴി അതൊരു മെയിൻ പ്രശ്നമാണ്. വഴിയില്ല ഇവിടെ. പക്ഷേ ഇവിടെ ഇതുവരെ ബി ജെ പി ഭരണം കിട്ടിയിട്ടില്ല. നമ്മുടെ എൻ ഡി എക്ക് ഇവിടെ ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല. നിലവിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാറിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഇതുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് കുറച്ച് എങ്ങായിട്ടുള്ള ആളുകൾ വന്ന് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മലപ്രദേശമാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം വേണ്ടത്. അപ്പോൾ യുവാക്കൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. തൊഴിലില്ലായ്മ ഇതൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഓക്കെ. അതെ കർഷകരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര ദുരിതമായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു കാര്യവും ഈ വാർഡിൽ കിട്ടുന്നില്ല. ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല. അതെ ഇപ്പം ഞാൻ അപ്പം നമ്മുടെ തൊട്ടടുത്ത വാർഡ് കരിമ്പ വാർഡ് എന്തായാലും നമ്മുടെ ചേച്ചി തന്നെ ആയിരിക്കും അവിടെ എന്തായാലും വിജയിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കും കൂടെ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇപ്പോൾ അവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അപ്പോൾ നമുക്കെല്ലാം ഒരുമിച്ച് നിന്ന് ഉറപ്പായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഒരിക്കലും എത്തുന്നില്ല. ഈ ഒരു വാർഡിലേക്ക് അത് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ഞാൻ നെല്ലിയോട് ഭാഗത്തൊക്കെ പോയപ്പോഴത്തേന് ഒരുപാട് പേര് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. പക്ഷേ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫണ്ടുകളോ ഒരു കാര്യമോ കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു ഫണ്ട്
കളോ ഇവിടെ എത്തുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിൻ്റെ ഭരണമാണ്. അപ്പോൾ അത് മാറി നമ്മളുടെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ട് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. വയസ്സായ ആളുകളുടെ 5 ലക്ഷം രൂപയുടെ പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ, അതൊന്നും ചികിത്സാ പദ്ധതി, അതൊന്നും ഇതുവരെയായിട്ടും ഇവിടെ ഒരു ആളുകൾക്കും എത്തിച്ചിട്ടില്ല. കാർഡുകൾ മാത്രമേ. അതെ. അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അവർ മാത്രമാണ് ഇവിടെ ജയിക്കുന്നത്. നമ്മൾ ജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ മാറ്റമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് എടുക്കേണ്ടത് എപ്പോഴും. എന്താണ്, നമുക്ക് രാഷ്ട്രീയം വേണം, രാഷ്ട്രീയവും വേണം, അതുപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷന് വേണം. അതിനാണ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കി യുവാക്കളായിട്ടുള്ള ആളുകളെല്ലാവരും പുറത്തേക്ക് വരിക, ചിന്തിക്കുക, ചിന്തിച്ച് വോട്ട് ചെയ്യുക. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പുഞ്ചക്കരി വാർഡിലെ സ്ഥാനാർത്ഥി ഒരു ഗായിക കൂടിയാണ്. നമുക്കൊരു നമ്മുടെ പ്രേക്ഷകർക്കും അല്ലാതെ നമ്മുടെ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും വേണ്ടി ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടിക്കൊടുക്കും. കണ്ണോട് കാൺവതെല്ലാം തലൈവാ, കண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை, கண்ணோடு மடியானாய் எத்தனால் கண்ணை விட்டு பிரிவதில்லை, என்னை விட்டு பிரிவதில்லை.